പ്രായമായ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെയൊക്കെ ഉപേക്ഷിക്കാൻ വെമ്പൽ കൂട്ടി നിൽക്കുകയും അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് മുന്നിൽ ഞാനൊരു വ്ളോഗറിനെ പരിചയപ്പെടുത്താം വേണ്ടി വന്നിട്ടുണ്ട്. പന്ത് കെട്ടി കളിക്കുമ്പോൾ എന്റെ മേത്തമായിട്ട് നിങ്ങൾ പന്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ പന്തും കാണില്ല ഒന്നും കാണില്ല, നിങ്ങൾ മുണ്ടാട് പെക്കെന്ന് പറഞ്ഞ പിള്ളേർ പേടിച്ച് നിർത്തിയിരിക്കണം. അച്ഛമ്മ രാവിലെ കുളിച്ച് നല്ല നേരെ തല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോഴേക്കും കുളിച്ചില്ലെങ്കിലും എനിക്കും തലകെട്ടാൻ അറിയുന്നുണ്ട്. അച്ഛമ്മയും തലകെട്ടാണ്. അങ്ങനെ 9 ആയപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് അമ്മ ടേബിൾ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. മറുഭാഗത്ത് അച്ഛമ്മയാണെങ്കിലും ടേബിൾ വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നീ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഒരു കാര്യമില്ലാണ്ട് അച്ഛമ്മ ഉപദേശിച്ചു വിടുകയാണ്. ശേഷം എന്റെ കൂട്ടുകാരൻ അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോയത് എന്റെ അച്ഛമ്മ പണക്കം പോലെയായി മുഖം താഴ്ത്തി വെച്ചു. ഇതാണ് ഇവിടെ ഞാൻ നേരിടുന്ന മെയിൻ പ്രശ്നം. അമ്മ സിനിമയും സീരിയലൊക്കെ ഇരുന്ന് കാണുന്ന ആളാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് അമ്മ മിണ്ടാണ്ട് കയറി കിടക്കുകയാണ്. അച്ഛമ്മ പിന്നെ സിനിമകളൊന്നും അതും കാണാത്തതുകൊണ്ട് നേരത്തെ കാലത്ത് കയറി കിടന്നു. പിന്നീട് 2 മണിയായി, രണ്ടുപേരും ഭക്ഷണം കഴിച്ച് ഉമ്മർത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ മുഖം പടങ്ങിയത് പോലെയാണ് ഇരിക്കുന്നത്. ഇന്ദ്രജിത്ത് വ്ളോഗ് എന്നാണ് പേര്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 2 മില്യൺ അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു പയ്യനാണ്. ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു വ്ളോഗാണ്. നേരിട്ട് അറിയുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവൻ പാലക്കാട് ബേസ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. എനിവേസ് അവൻ്റെ കോണ്ടന്റുകൾ എന്ന് പറഞ്ഞാലേ അവൻ്റെ വീട്ടിൽ അച്ചമ്മയുണ്ട്. അച്ചമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുൻചുണ്ടിക്കാരത്തിയാണ്. അച്ചമ്മയ്ക്ക് ഇവൻ്റെ അമ്മയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. ചുരുക്കം പറഞ്ഞാൽ അതായത് അമ്മായി അമ്മ മരുമകൾ പോരാണ് അവൻ്റെ കോണ്ടന്റുകളുടെ പ്രത്യേകത. ആ ഒരു പോരിനെ അവൻ വളരെ സരസമായിട്ടാണ് കാണുന്നത്. സരസമായിട്ട് എടുത്തിട്ടാണ് അവൻ അവൻ്റെ കോണ്ടന്റുകൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ അവൻ്റെ അച്ചമ്മയെ പ്രാണനാണ്, ജീവനെ പോലെയാണ് അവൻ സ്നേഹിക്കുന്നത്. ഈ അച്ചമ്മയാകട്ടെ ഇവൻ്റെ അമ്മയെ കണ്ണിന് നേരെ കണ്ടുവിടാതെ വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയും. ഇവൻ്റെ അമ്മയും ജീവന് തുല്യം ഇഷ്ടമാണ്. സ്വന്തം പെറ്റ അമ്മയെ എപ്പോഴും പഴി പറഞ്ഞ് ദേഷ്യപ്പെട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ചമ്മയെ അവൻ പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? അവന് ഈ 2 കാര്യങ്ങളും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അമ്മായിയമ്മ മരുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകും എന്ന് നമുക്കൊക്കെ പൂർണ്ണമായിട്ടും അറിയാമല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ അഹാന കൃഷ്ണയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് 10-35 വയസ്സ് പ്രായമുള്ള സ്ത്രീകളൊക്കെ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുകയാണ്, അഹാന നല്ലൊരു മകളാണ്. ശരിയാണ്, നല്ലൊരു മകളാണ്. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണത്. അപ്പം അഹാനയുടെ അമ്മയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അമ്മയെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവൾ ഇതുപോലെ വന്ന് പ്രതികരിക്കും. അവൾ ചെയ്തതാണ് ശരി, അവർ ചെയ്തതാണ് ശരി എന്ന് പറയുന്നുണ്ട്. അഹാന ശരിയാണ്, സിന്ധു മാം ശരിയാണ്. പക്ഷേ ആ അമ്മയെ 8 മാസം തിരിഞ്ഞ് നോക്കിയില്ല എന്നുള്ളൊരൊറ്റ പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത ആളുകൾ, അമ്മയോട് കൂടുതൽ ഇഷ്ടമുള്ള പെൺമക്കൾ, അമ്മയെ കുറ്റം പറയുന്ന അമ്മയുടെ അമ്മയെ മാറ്റി നിർത്തുന്നത് ശരിയെന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇന്ദ്രജിത്ത് വ്ളോഗ് എന്ന് പറയുന്ന അതിൽ ആ പയ്യനെ നിങ്ങൾ കാണുക. സ്വന്തം അമ്മയെ, ഇന്ദ്രജിത്തിൻ്റെ അമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന അവൻ്റെ അച്ചമ്മയെ പ്രാണന തുല്യമാണ് സ്നേഹിക്കുന്നത്. അവൻ പ്രസൻറ്റ് ചെയ്യുന്ന കോണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാര്യം ഇവർ തമ്മിലുള്ള ഈ 1-2 പറച്ചിലാണെങ്കിൽ പോലും അവൻ അതിനെ എത്ര സരസമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഞാൻ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ദേഷ്യവും എടുത്തു ചാടി വർത്തമാനം പറയേണ്ട പ്രായമൊക്കെയാണ് അവൻ്റെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 20, 21, 22 വയസ്സ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളൊരു പയ്യൻ പോലും പക്വതയോടുകൂടി ആ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതും ആ ഒരു വീട്ടിൽ ആ അച്ഛമ്മയും അമ്മയും വളരെ സമാധാനപരമായിട്ട് ഒരുമയോടുകൂടി ഡീൽ ചെയ്ത് നിർത്തുന്നതിലുള്ള ഇവൻ്റെ അച്ഛൻ്റെയും പങ്കെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരുമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, അമ്മയെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് അമ്മയുടെ അമ്മയെ മാറ്റി നിർത്താൻ സപ്പോർട്ട് ചെയ്യുന്ന മക്കളും, അമ്മയെ എത്ര പഴി പറയുന്ന അച്ഛൻ്റെ അമ്മയാണെങ്കിലും അത് അച്ഛൻ്റെ അമ്മ, ഇതെൻ്റെ അമ്മ, ഇവർ 2 പേരെയും എനിക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന ജനറേഷനും കുട്ടികളും ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന, എൻ്റെ അമ്മയെ കുറ്റം പറയുന്ന ആരെയാണെങ്കിലും ഞങ്ങൾ ചവിട്ടി പുറത്താക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ ഇന്ദ്രജിത്ത് വ്ളോഗ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ വ്ളോഗ് കാണേണ്ടതാണ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും അവൻ്റെ പ്രൊഫൈൽ പിക്ക് അറ്റാച്ച് ചെയ്ത് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണുന്നൊരു വ്ളോഗാണ്. കാരണം ഒരു വീടിനെ എത്ര സമാധാനത്തോടെ കൊണ്ടുപോകാമെന്ന് അവന് നന്നായിട്ട് അറിയാം. അത് ഞാൻ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം, ഒരുപാട് ലോകം കാണേണ്ടത്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള സ്വതസിദ്ധമായിട്ട് കഴിവ്, ഹ്യൂമാനിറ്റി, ഭയങ്കര കരുണയുള്ള ഹൃദയം, അതൊക്കെ നമ്മൾ ലോകത്ത് എവിടെ പോയാലോ അല്ലെങ്കിൽ എന്തൊക്കെ വായിച്ചു പഠിച്ചാലോ ഒന്നും കിട്ടുന്നതല്ല. അതൊന്നുകിൽ അവർക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതായിരിക്കാം ആ ഒരു നല്ല മനസ്സ്. ഞാൻ പല വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രാവിലെ എഴുന്നേറ്റ് ഈ അച്ഛമ്മ വന്നിട്ട് ഒരു വിളക്കുണ്ട്, അതിനെന്നാ പറയുന്നത്, ഈ സന്ധ്യക്ക് നിലവിളക്ക്
ഇവരുടെ വീട്ടിൽ 5-6 നിലവിളക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഈ അമ്മയോടുള്ള ദേഷ്യം മൂത്തിട്ട് ഈ നിലവിളക്ക് നിലത്തിട്ട് കുത്തി ഇടിക്കും പുള്ളിക്കാരത്തി. കോളാമ്പി കുത്തി ഇടിക്കലാണ്. കോളാമ്പിയൊക്കെ ഇപ്പോൾ പുതിയൊരു കോളാമ്പി പുള്ളി കഴിഞ്ഞ വർഷം വാങ്ങിച്ചു കൊടുത്തിരുന്നൊരു വ്ളോഗ് കണ്ടു. ഈ അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നാൽ അപ്പോൾ ചെയ്യുന്നത് ഈ കോളാമ്പി കുത്തി ഒടിക്കലാണ്. ദേഷ്യം വരുന്നതിൻ്റെ കാര്യം എന്താ പറയുമ്പോൾ, ഈ അമ്മയെ, ഇന്ദ്രജിത്തിൻ്റെ അമ്മയെ മുന്നിൽ കാണുന്ന ഇഷ്ടമല്ല. അമ്മ എന്ത് ചെയ്താലും ഈ അച്ചമ്മ തെറ്റായിട്ടാണ് കാണുന്നത്. ഈ അമ്മയോട് മാത്രമല്ല ഈ അച്ചമ്മയ്ക്ക് ഇഷ്ടക്കേട്, ഈ അമ്മയുടെ അമ്മ വന്നാൽ പോലും ഈ അച്ചമ്മയ്ക്ക് ദേഷ്യമാണ്. ആ വ്ളോഗൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. ഞാനിവിടെ എൻ്റെ ഫാമിലീൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാറുണ്ട്. അതായത് വല്ലപ്പോഴും, അതായത് ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ഇവൻ്റെ അമ്മയുടെ അമ്മ ആദ്യമായിട്ടാണ് ഇവൻ്റെ വീട്ടിൽ താമസിക്കാൻ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത്രയും പ്രായത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ആ അമ്മയുടെ അമ്മ വന്നത്. പക്ഷേ ഈ അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരത്തി കസേര തിരിച്ചിട്ടിട്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുക ചെയ്യുന്നത്. അത്ര പോലും, അതായത് വല്ലപ്പോഴും ആദ്യമായിട്ട് വീട്ടിൽ വന്ന മകൻ്റെ ഭാര്യയുടെ അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചു കാണിക്കാൻ പോലും പുള്ളിക്കാരത്തിക്ക് പറ്റിയില്ല. അത്രമാത്രം ഒരു ദേഷ്യ സ്വഭാവമുള്ള ഒരമ്മ. ആ അമ്മയെ എത്ര നന്നായിട്ട് അവൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ അമ്മയുടെ അമ്മ തൊട്ടപ്പുറത്ത് കസേരയിട്ടിരിക്കുന്നു, ഇപ്പുറത്തേക്ക് മാറി അച്ചമ്മ പിണങ്ങി മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഈ അച്ചമ്മയെ എത്ര മനോഹരമായിട്ട് ഇവൻ ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ വിരുന്നിന് വന്ന ഈ അമ്മയുടെ അമ്മയെ എത്ര മനോഹരമായിട്ടാണ് ഇവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇവരുടെയൊക്കെ പ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വീഡിയോയിൽ പ്രസ്താവിച്ച ആളുകളേക്കാൾ തീരെ ചെറുതാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കരുണയുണ്ട്. ഇവരെയൊന്നും, എൻ്റെ അമ്മയെ പഴി പറഞ്ഞവരാണ് എന്ന് കരുതി ഇവരെ ഒന്നും ഉപേക്ഷിക്കപ്പെടേണ്ടവരല്ല. ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതെൻ്റെ അമ്മയുടെ അമ്മയാണെങ്കിൽ, ഇത് എൻ്റെ അമ്മയാണ്. ഈ രണ്ട് വ്യക്തികളെയും എനിക്ക് ഉപേക്ഷിക്കാൻ, കാട്ടിൽ കൊണ്ടുപോയി കളയാൻ പറ്റുന്ന ആളുകളല്ല എന്നുള്ളൊരു നീതിബോധം, എന്നുള്ള ഒരു കരുണ, ഒരു ഹ്യൂമാനിറ്റി അവനിൽ ഉണ്ട് എന്നുള്ളത് ഓർത്ത് എനിക്ക് ശരിക്കും അഭിമാനം തോന്നിപ്പോയി കേട്ടോ. ഞാൻ ഇന്നലെ എൻ്റെ കമൻറ്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ട് പോയതിൻ്റെ കാര്യം, നെഗറ്റീവ് കമൻറ്റ്സ് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചു. അഹാന ഫാൻസിൻ്റെ നെഗറ്റീവ് കമൻറ്റ്സ് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷേ സ്വന്തം അമ്മമാരെ, സ്വന്തം അമ്മയുടെ അമ്മമാരെ ഉപേക്ഷിക്കാൻ വെമ്പൽ കൂട്ടി നിൽക്കുന്ന പുതിയ തലമുറകളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന്, ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. എനിക്കിപ്പോഴും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇന്ദ്രജിത്ത് വ്ളോഗ് കാണേണ്ടതാണ്. കണ്ടിട്ടെങ്കിലും നിങ്ങൾക്കൊക്കെ മനംമാറ്റം ഉണ്ടാകുമല്ലോ എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ഇന്നലത്തെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് സെക്ഷൻ മുഴുവൻ സ്ത്രീകളാണ് അങ്ങനത്തെ കമൻറ്റ് ഇട്ടത്. ഒരു പുരുഷന്മാർ പോലും, പ്രായമേറിയ സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മൂമ്മമാർ, അപ്പൂപ്പന്മാർ ബാധ്യതയാണ്, ശല്യമാണ്, അവരെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊരൊറ്റ പുരുഷന്മാരും പോലും കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തി. അവരോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ റെസ്പെക്റ്റ് തോന്നി. കാരണം സ്ത്രീകളെക്കാൾ കൂടുതൽ ചില സമയങ്ങളിൽ പുരുഷന്മാർക്ക് ഹ്യൂമാനിറ്റി കൂടുതൽ ഉണ്ടല്ലോ എന്നുള്ളത് എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി, അഭിമാനമുണ്ടാക്കി എന്നുള്ളത് 100% ഉറപ്പാണ്.